ചേട്ടാ എന്ത് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്? ഞാനിവിടെ വേറെ ആവശ്യമുണ്ട്. തൊട്ടടുത്ത് ഓഫീസ് നടന്നതാണ്, പ്ലാൻ വരക്കണ ഓഫീസ് നടന്നത്. ചേട്ടാ നിങ്ങൾ എന്താ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്? ഡിമാൻഡ് നോട്ടീസ് വാങ്ങിക്കാനായിട്ട് വന്നത്. അപ്പം എഞ്ചിനീയർ സെക്ഷനിലേക്ക് വന്നത്. അവിടെ പോയോ, സംസാരിച്ചോ? അവിടെ ചെന്നപ്പോൾ ഓവർസിയറും ഒന്നും എത്തിയിട്ടില്ല, ഫീൽഡിലാണെന്നാണ് പറഞ്ഞത്. എത്തിയിട്ടില്ല. ആരൊക്കെ എത്തിയിട്ടില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത്? ഓവർസിയറും അസിസ്റ്റൻ്റ് എഞ്ചിനീയറും. സുജയ, ഇതാണ് ദൃശ്യം. സെക്രട്ടറി ഒന്നുകൂടി കാണേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സാർ, ഇവിടെ പുറത്ത് ഒരു സേവനത്തിന് വന്നിരിക്കുന്ന ആൾ പറയുന്നു എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഓവർസിയറും ഉദ്യോഗസ്ഥരും ഒന്നും എത്തിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം കാത്തിരിക്കേണ്ടി വരികയാണെന്ന്. താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എല്ലാം അവരുടെ രജിസ്റ്റർ സൂക്ഷിക്കുന്ന മുകളിലാണ് അവരുടെ ഓഫീസ്. സെപ്പറേറ്റ് രജിസ്റ്ററാണ് വരുന്നത്. അതെ, സെപ്പറേറ്റ് രജിസ്റ്ററുകളും കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ അതോറിറ്റി ആരാണ്? അത് AE ആണ്, അതിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ. മുകളിൽ തന്നെ ഓഫീസുണ്ട്. സുജയ, ഇത് 2 നില കെട്ടിടമാണ്. ഇതിന് മുകളിലാണ് തൊഴിലുറപ്പ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഉൾപ്പെടെയുള്ള സെക്ഷനുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. മുകളിലേക്ക് പോകേണ്ടതുണ്ട്. എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് എത്തിയ ഒരു സേവനം കാത്തു വന്ന ഒരാളാണിപ്പോൾ നമ്മളോട് സംസാരിച്ചത്. താങ്കൾ മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ? ഞാൻ ഇന്നലെ വന്നിരുന്നു. അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം, സംസാരിച്ചുകൊണ്ട് നടക്കാം. അദ്ദേഹത്തോട് വരാൻ പറയും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അപ്പോൾ ഫയൽ റിപ്പോർട്ടാക്കി താഴത്തേക്ക് കൊടുക്കണം. അവരെന്തോ അപ്പുറത്തെ ബിൽഡിംഗ്. ശരി, അലി അക്ബർ ഷാ സേവനത്തിന്റെ കാര്യം നടക്കാതെ വന്ന ആളുകളുമായി ആ സെക്ഷനിലേക്ക് പോകുന്നു. എവിടെയാണ് വരുന്നത്? ഓക്കെ, ഒന്ന് വരാമോ? ഒന്ന് ഓഫീസർമാർ എത്തിയിട്ടില്ല, അതുകൊണ്ട് കാത്തിരിക്കാനാണ് പറഞ്ഞത് അല്ലേ? അവർ ഫീൽഡിലാണെന്നാണ് പറഞ്ഞത്. ഫീൽഡിലാണെന്നാണ് പറഞ്ഞത്. അതെ. അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടോ? ഇല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസറേയും കണ്ടില്ല. രണ്ടുപേരും ഇല്ല. നിങ്ങൾ ഇതിന് മുമ്പ് ഇതേ ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ വന്നിട്ടുള്ള ആളാണ്? ഇന്നലെ വന്നിരുന്നു. ഇന്നലെ എന്തായിരുന്നു അവസ്ഥ? ഇന്നലെ വന്നപ്പോഴാണ് പറഞ്ഞത് റിപ്പോർട്ടാക്കി താഴത്തേക്ക് സെക്ഷനിലേക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം അവരെന്തോ റോഡിൻ്റെ എന്തോ ട്രാക്കിങ്, പഞ്ചായത്ത് റോഡിൻ്റെ എന്തോ സർവേക്ക് അങ്ങനെ എന്തോ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പോർട്ടാക്കാൻ പറ്റാത്തതെന്നാണ് പറഞ്ഞത്. ഇന്നലെയും അത് തന്നെയാണ് പറയുന്നത്, ഇന്നും അത് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പം ഓവർസിയറായി ഞാൻ രാവിലെ വിളിച്ചിരുന്നു. അപ്പോൾ റിപ്പോർട്ടാക്കി താഴത്തേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് വേറൊരു സ്റ്റാഫ് പറഞ്ഞത് അവർ ഓൾറെഡി സൈറ്റിലാണ്. ഈ റിപ്പോർട്ടാക്കി താഴേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഫയൽ ഇവിടെ തന്നെയാണുള്ളത്. എവിടെയാണ് വരുന്നത്? ഇവിടെയാണ്. സുജയ, 2 ദിവസമായി ഈ ആവശ്യത്തിന് വേണ്ടി ഇവിടെ കയറി ഇറങ്ങുന്ന ആളാണ്. താങ്കളുടെ പേരെന്താണ്? പേര് ശ്യാം. 2 ദിവസമായി കയറി ഇറങ്ങുന്ന ആളാണ്. ഇന്നലെ അറിയിച്ചത് റിപ്പോർട്ടാക്കി നൽകിയിരിക്കും, ഇന്ന് ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം വന്നിട്ടും ഇവിടെ സ്റ്റാഫ് എത്താത്തത് കൊണ്ട്, അവർ പുറത്താണ് എന്ന് അറിയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണി പിന്നിട്ടിരിക്കുന്നു. 12:10 ആകുന്നു. അതായത് 10 മണിക്ക് ഓഫീസ് ആരംഭിക്കുന്നതാണ്. 2 മണിക്കൂറും 10 മിനിറ്റുമായിരിക്കുന്നു. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല. എവിടെയാണ്? മാഡം, ഇദ്ദേഹത്തിൻ്റെ പഞ്ചായത്താണിത്. കാത്തിരിക്കാൻ പറയുന്നു. മറ്റേ അത് ഓവർസിയർമാർ സൈറ്റിൽ പോയേക്കാണല്ലോ സാറേ. ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ഇന്ന് വന്നാൽ റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും റെഡി ആയിട്ടില്ലേ? അത് ഓവർസിയർക്കേ അറിയാവുള്ളൂ. ഞാൻ ക്ലറിക്കൽ സെക്ഷനിലാണ്. ആരെങ്കിലും ഉണ്ടോ? അല്ലേ, അവരെല്ലാവരും സൈറ്റിൽ പോയേക്കുക. അവർ സാധാരണ ഏത് സമയത്താണ് ഓഫീസിൽ വരാറ്? അവർ 10 മണിക്ക് 10:10 ഇടയ്ക്ക് എടുത്താറുണ്ട് എല്ലാവരും. 10:10 ഇടയ്ക്കായിട്ട്. ഇന്നിപ്പം അവർ വന്നോ? അപ്പോൾ അവരുണ്ട്, അവർ സൈറ്റിലാണ്. അവർ ഓഫീസിൽ വന്നിരുന്നു? ഓഫീസിൽ വന്നിരുന്നു. വന്ന ശേഷം മറ്റേ ഓവർസിയർമാർ ഇവിടെ ഓവർസിയർ ഇവിടെ വന്നിട്ടാണ് പോയത്. ഇവിടെ നിങ്ങൾക്ക് പഞ്ചിങ് സംവിധാനം ഉണ്ടോ? പഞ്ചിങ് ആയിട്ടില്ല. രജിസ്റ്റർ ആണോ? രജിസ്റ്റർ അറ്റൻഡൻസ് ആണ്. രജിസ്റ്ററുടെ എൻ്റെ എയുടെ എടുത്തോ. എങ്ങനെ? എഞ്ചിനീയർ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഓഫീസിലെത്തിയ സമയം അവർ സൈറ്റിലേക്ക് പോയി. മറ്റ് 2 ഓവർസിയർമാർ വന്നിട്ട് സൈറ്റിലേക്ക് പോയി. അല്ലാതെ അവർ ഓഫീസിൽ വന്നിട്ടാണോ പോകുന്നത്, അതോ നേരിട്ട് സൈറ്റിലേക്ക് പോവാം? ഇന്ന് സൈറ്റിലേക്ക് പോവുക. അതെ, ഇവരെ വിളിച്ചിട്ട് സൈറ്റിലേക്ക് പോവുക. അതായത് നേരിട്ട് സൈറ്റിലേക്ക് പോയി. ഇവിടെ വന്നിട്ട് അവർ ഓവർസിയറെ വിളിച്ച് അവരെല്ലാവരും കൂടി സൈറ്റിലേക്ക് പോയത്. മൂവ്മെൻ്റ് എടുത്തിട്ടാണ് പോയത്. മൂവ്മെൻറ്റിൻ്റെ ഇത് പഞ്ചിങ് ചെയ്യുന്നതിന് പകരമുള്ള രജിസ്റ്റർ അദ്ദേഹം ഒപ്പിട്ടിട്ടാണോ പോയത്? അല്ല, സൈറ്റിലേക്ക് പോയത്. അങ്ങനെ പോകാൻ പാടുണ്ടോ? നമ്മൾ ഓഫീസിൽ സൈൻ ചെയ്ത ശേഷമല്ലേ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഇറങ്ങാറ് സാധാരണ? ഇന്ന് അത്യാവശ്യമായിട്ട് എന്താ മെഷർമെന്റ് എടുക്കാനുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയത്. ഏത് സൈറ്റിലേക്കാണ് വരും എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഏതാണ് സൈറ്റ്? വരും. എന്തിന്റെ സൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്? അത് വർക്ക് സൈറ്റും ഉണ്ട്, ഈ ആർട്ട് ട്രാക്ക് ഇല്ലേ, റോഡിൻ്റെ ആർട്ട് ട്രാക്കും ഉണ്ട്. ഡ്രൈവറും ഇവിടെ ഓവർസിയർമാരും അവരെല്ലാവരും. ഞാൻ ക്ലർക്ക്, എനിക്ക് ഫീൽഡ് ഇല്ലാത്ത കാരണം ഞാനിവിടെ
ഇത്. എവിടെയാണ്, ഏത് റോഡിൻ്റെയാണ്? റോഡുകൾ കുറേ ഉണ്ട്, മെഷർമെൻറ്റ് എടുക്കാനുള്ള റോഡുകൾ. അത് ഓവർസിയർക്ക് എനിക്ക് അറിയാവുള്ളൂ. മറ്റേ പണി തീർന്ന കുറേ റോഡുകളുണ്ട്. പിന്നെ ആർ ട്രാക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ട്. മാഡം അല്ലാതെ ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഓവർസിയേഴ്സും പിന്നെയുള്ള ഓവർസിയർമാരാണ്. അവരും സാറും കൂടെയാണ് സൈറ്റിൽ ഈ പോയി. ഓഫീസിൽ എത്ര സ്റ്റാഫാണ്? ഈ ഓഫീസിനകത്ത് എത്ര? ഓഫീസിലും 2 പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പയ്യനാണ്. അതായത് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ 5 സ്റ്റാഫാണ്. 5 സ്റ്റാഫിൽ 1 കിരണം പദ്ധതിയുടെ ഭാഗമായിട്ട്, പിന്നെ 2 ഓവർസിയർമാർ, സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറും സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറും തേർഡ് ഗ്രേഡ് ഓവർസിയറും എയും ക്ലർക്കും. ഇപ്പോൾ ഒരു ആവശ്യത്തിന് നിങ്ങൾ ഇന്ന് വരാൻ പറഞ്ഞ ഒരാൾ ഇപ്പോൾ വരികയാണെങ്കിൽ അവരിവിടെ എത്ര സമയം? അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അലി അക്ബർ ഷാ, അവിടെ നമുക്ക് അറിയേണ്ട ഒരു പ്രശ്നം, അവിടെ വന്നിട്ട് 2 ഓവർസിയർമാരും എയും കൂടി പല സൈറ്റുകളിലേക്ക് പോയി. ഏതാണ് സൈറ്റ് എന്നറിയില്ല, ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്, നന്നായി കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ എവിടേക്കാണ് പോയതെന്നറിയില്ല. അവിടെ വന്ന സമയവും എപ്പോഴാണ് എന്നുള്ളതും കൃത്യമായി ആ ക്ലർക്ക് പറയുന്നില്ല. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇപ്പോൾ അലി അക്ബർ ഷായ്ക്കൊപ്പം വന്ന ആൾക്ക് ഇന്നലെ വന്ന കാര്യത്തിന്റെ പരിഹാരം, ആ ഫയൽ നീങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ഓരോ ഫയലും ഒരു ജീവിതമാണെന്നാണ്. അദ്ദേഹത്തിന്റെ ഫയൽ ഇപ്പോഴും അവിടെ ആ ഓഫീസിൽ എവിടെയോ ഇരിപ്പുണ്ട്, അത് നീങ്ങിയിട്ടില്ല. അതിന്മേലെ റിപ്പോർട്ട് ഇന്നാകുമെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി വന്നയാളല്ലേ കൂടെയുള്ളത്. അദ്ദേഹത്തോട് ചോദിക്കൂ, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനി എന്ന് ഇതിന് പരിഹാരം? ഇന്നിപ്പോൾ ഫീൽഡിൽ പോയി, നാളെയും ഫീൽഡിൽ പോകാം, മറ്റന്നാൾ ഫീൽഡിൽ പോകാം. അപ്പോൾ അവർ ഫീൽഡിൽ പോകുന്നത് നോക്കി ഇദ്ദേഹം വീണ്ടും വീണ്ടും വരണമെന്നാണോ? സുജയ, 5 സ്റ്റാഫ് ഇപ്പോൾ ക്ലർക്ക് വേണ്ടതാണ്. നമ്മളിപ്പോൾ വരുമ്പോൾ സമയം 12 മണി. ഈ സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആരെങ്കിലും വന്നാൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ശ്യാമിൻ്റെ അതേ ഗതിയാണ്. താഴെ കാത്തിരിക്കുക എന്നതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. എത്ര മണിക്കൂറെന്ന് ചോദിച്ചാൽ അതിലും വ്യക്തമായൊരു ഉത്തരമില്ല. തീർച്ചയായും ഈ സമയത്ത് ഒരാൾ ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട ഫയലുകൾ നീക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട സേവനങ്ങൾ നൽകാൻ ആര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്നലെ താങ്കൾ വന്നു, ഇന്ന് വീണ്ടും വരുന്നു, ഇപ്പോഴും കാത്തിരിക്കേണ്ടി വരുന്നു. എന്താണ് ഇവർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യമാണല്ലോ, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. താങ്കൾ എന്ത് ചെയ്യുന്ന ആളാണ്? ഞാൻ ഇൻഡസ് ടവറിൻ്റെ വെണ്ടറാണ്, മൊബൈൽ ടവർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡിമാൻഡ് നോട്ടീസ് ഇവിടെ നിന്ന് കിട്ടിയാൽ ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ്റിലേക്ക് പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് നോട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് എപ്പോഴാണ് ആദ്യം? ഓവർസിയറിനെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഈ റോഡിന്റെ സർവേ ഒക്കെ ആയിട്ട് അലി അക്ബർ ഷാ, ഒരു കാര്യം ചെയ്യൂ, ശ്യാമിനെയും കൂട്ടി താഴേക്ക് ഇറങ്ങൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സംഭാഷണം തടസ്സപ്പെടുന്നുണ്ട്, ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ശ്യാമിനെയും കൂട്ടി അലി താഴേക്ക് ഇറങ്ങിക്കോളൂ. അതോടൊപ്പം തന്നെ എപ്പോഴാണ് ഈ ഓവർസിയറും എയും ഒക്കെ ഈ ഫീൽഡ് പരിശോധന കഴിഞ്ഞ് വരുന്നത് എന്നുള്ളത് അലി തന്നെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കൂ. കാരണം വൈകിട്ട് വരെ കാത്തിരുന്നാലും ഈ ഫീൽഡ് വർക്ക് തീർന്നില്ല എന്നുണ്ടെങ്കിൽ ശ്യാം അവിടെ കാത്തിരുന്നിട്ടും കാര്യമില്ലല്ലോ. എപ്പോഴാണ് ശ്യാമിന്റെ ഫയൽ നീങ്ങുക, അതിന്മേലുള്ള റിപ്പോർട്ടായോ, ആ കാര്യങ്ങൾ അലി തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കൂ. ഞാൻ വീണ്ടും എത്താം അലിയിലേക്ക്. അലി, ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കൂ.